ഹലോ, ഇന്ന് നമ്മളൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളെ കാലിക്കറ്റിലെ എരിഞ്ഞിപ്പാലത്തുള്ള സരോവരം ബയോ പാർക്ക് റോഡിലെ ഗാലക്സി എലിയമേസൺ എന്ന് പറഞ്ഞ ഒരു പുതിയ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ ഡോക്ടർ ജെന്നിയുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. ഈ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചത് നമുക്കൊരു ഗസ്റ്റ് റൂമാണ്. ഫ്ലാറ്റിൻ്റെ പുറത്തുനിന്ന് തന്നെ എൻട്രി ഉണ്ട്. മെയിൻ എൻട്രൻസ് അല്ലാണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് അസൈൻഡും ആണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ആളില്ലെങ്കിലും നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിനൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റും. മെയിൻ ഡോറും അതേ ഫിംഗർ പ്രിൻറ്റ് അസൈൻഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് താക്കോലിട്ട് തുറക്കേണ്ടതൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി നന്നായിട്ടുണ്ട്. നമ്മളെ ഫിംഗർ പ്രിൻറ്റ് വന്നാൽ മാത്രമേ അത് ലോക്ക് ആവുള്ളൂ. അല്ലാതെ തന്നെ അതിന് നമ്പർ ലോക്കും കീ ലോക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ ചെറുതായിട്ട് കയറുന്നിടത്ത് തന്നെ ഉണ്ട്. അത് നല്ല ലൈവ് പ്ലാന്റ്സും പെയിൻറ്റിങ്സും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ഉള്ള ലൈറ്റുകളൊക്കെ നല്ലൊരു പെക്യൂരിയറും ഡിഫറൻറ്റുമാണ് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ലിവിങ് ഉണ്ട്, ഫോമൽ ലിവിങ്. അതിൻ്റെ ഈ ഫാൻ കണ്ടോ, സീലിങ്ങിൽ കാണുന്ന ഫാന് ബ്ലേഡ്ലെസ് ഫാനാണ്, ലീഫില്ലാത്ത ഫാനാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്തും കിഡ്സ് റൂമുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫാനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടി വിയും ഭയങ്കര പെക്യൂലിയറാണ്. ഇത് കണ്ട ഒരു പെയിൻറ്റിംഗ് ആണെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. ഒരു ടി വി ആണെന്ന് പോലും പറയില്ല. പക്ഷേ ഇത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതൊരു ടി വി ആയി മാറും. ഇത് സാംസങ്ങിൻ്റെ ടി വിയാണ് കേട്ടോ. സാംസങ്ങിൻ്റെ ആർട്ട് ഫോം ഫ്രെയിം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രെയിം മോഡൽ, ഒരു പുതിയ മോഡൽ ടി വിയാണ്. ഇവർ തന്നെ ഇതിനൊരു ഫ്രെയിം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പിക്ചറിൻ്റേതായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഇതൊരു ഫ്ലവർ വേസാണ്. ഇതും കാണാൻ ഭയങ്കര ക്യൂട്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, സൈഡിലേക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാനും പുറത്ത് കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയൊരു സിറ്റ് ഔട്ട് ഈ മെയിൻ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് തന്നെ സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നത് പിന്നെ ഒരു ഫാമിലി ലിവിങ് ആണ്. എല്ലാം നല്ല ലൈവായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ. ശരിക്കുള്ള നല്ല ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു 2 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, മാസ്റ്റർ ബെഡ്റൂമൊക്കെ പോകുന്ന വഴി. പിന്നെ ഇത് ഈ ഫാമിലി ലിവിങ്ങും അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പ്രെയർ റൂമും പ്രെയർ ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ ആയിട്ട് ഒരു പ്രെയർ ഏരിയ ഉണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സും ഒരു ചെറിയ ഡിവിഷനും ഒക്കെ ഉണ്ട് കേട്ടോ. സീറ്റിങ്ങും സോഫയൊക്കെ നല്ല പെക്യൂലിയറാണ്. ഇത് ശരിക്കും മൂൺ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോൺ കൊണ്ടാണ് ഇവിടുത്തെ ടീപ്പോയും ഡൈനിങ് ടേബിളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. മൂൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ പീസായിട്ടുള്ള സ്റ്റോണാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഈ ഫ്രണ്ടിലേക്ക് സെപ്പറേറ്റ് എൻട്രി ഉള്ള ഗസ്റ്റ് റൂം. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഡോറ് ഈ ഫാമിലി ലിവിങ്ങിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. എല്ലാത്തിനും ബാത്റൂമിലേക്ക് നല്ല സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, സൈഡിലേക്കായിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമിലൊക്കെ പിന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷനൊക്കെ ഉണ്ട്. ഫുൾ വാർഡ്രോബ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടാണ് എൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഗസ്റ്റ് റൂമിൻ്റെ പുറത്തേക്കുള്ള വാതിൽ. ഇത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് പുറത്തുനിന്ന് വേണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. പിന്നെ നമ്പർ ലോക്കും ഉണ്ട് കേട്ടോ. ഈ നമ്പർ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്പർ ലോക്ക് പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് അങ്ങനെ തുറക്കാനും പറ്റും. എല്ലായിടത്തും ചെറിയ ഒരു കബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പെയിൻറ്റിങ്സും നല്ല ഡാർക്ക് കളർ തീമിലുള്ള സ്വിച്ച് ബോർഡ്സും ഒക്കെയാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയിലാണ്. ഇൻറ്റീരിയറാണ് ശരിക്കും ഫ്ലാറ്റിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത്. ഉണ്ടോ, ബെഡും ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങനെ ഫാമിലി ലിവിങ് എന്ന് നമുക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയ, മെയിൻ ഡൈനിങ് ഏരിയയാണ്. 8 സീറ്ററാണ്, 2 സൈഡിലും 6ഉം പിന്നെ ഓരോ സൈഡിലായിട്ട് ഓരോ സിംഗിൾ സീറ്റ്സുമായിട്ട് ടോട്ടൽ 8 സീറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെയും ലൈറ്റിങ് ഭയങ്കര പെക്യൂരിയറും നല്ല ബ്യൂട്ടിഫുള്ളുമാണ്. പിന്നെ റൂഫിൽ തന്നെ ഒരു ബ്ലേഡ്ലെസ് ആയിട്ടുള്ള ഫാൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ മെറ്റാലിക് ആയിട്ടുള്ള വാഷ് ബേസിനാണ് ഈ വാഷ് കൗണ്ടറിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലായിടത്തും നല്ല ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സൈഡിലുള്ള കബോർഡ്സൊക്കെ ഗ്ലാസ്സാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ടൈമിൽ ഓരോ സെക്കൻഡിൽ മാറുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. ഇതൊക്കെ ഗ്ലാസ്സാണ്, കളേർഡ് ഗ്ലാസ് കൊണ്ടാണ് ഈ കബോർഡ്സൊക്കെ ചെയ്തിട്ടുള്ളത്. കുറച്ചെണ്ണം ഓപ്പൺ ആയിട്ടും കുറച്ചെണ്ണം ക്ലോസ്ഡ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ ഒക്കെ കാണാൻ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാണുമ്പോൾ തന്നെ ഭയങ്കര വെറൈറ്റിയാണ്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പും അതേ മൂൺ സ്റ്റോൺ കൊണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ടീപ്പോയി ചെയ്ത സെയിം മൂൺ സ്റ്റോൺ കൊണ്ടാണ്. ഇത് പിന്നെ മറ്റൊരു ബെഡ്റൂം, ഒരു 4 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. കേർട്ടൻസൊക്കെ ഇങ്ങനെ ഡബിൾ ലെയർഡായിട്ടാണ് വരുന്നത്. എല്ലാ ബെഡ്റൂംസിലും ഒരു ചെറിയ മിനി ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂംസിലെ ഫാനും അതേ ഒരു ലൈറ്റൊക്കെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്നതാണ്. പിന്നെ ലിവിങ്ങിൽ ഇതും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ ഒരു ഫ്ലവർ വേസാണ് ഇത്. നല്ല ഒരു പെക്യൂലിയറും ക്യൂട്ടുമാണ്. ഇത് പിന്നെ മറ്റൊരു ബെഡ്റൂം, അവിടെ അതേ 2 സോഫ സീറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കേർട്ടൻസൊക്കെ പിന്നെ 2 ലെയറായിട്ടാണ് കേർട്ടൻസ് കൊടുത്തേക്കുന്നത്.
റൂഫിലൊക്കെ ചെറുതായി LED ഒക്കെ ഇട്ടിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. പെയിൻറ്റിങ്സും അതെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ്. 2 ലെയറിലാണ് കേട്ടോ കേട്ടനൊക്കെ കൊടുത്തേക്കുന്നത്. ഉള്ളിലൊരു വൈറ്റും പുറത്ത് ഒരു ആഷ് കളറുമായിട്ട്. ബാത്റൂംസൊക്കെ അതെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ പ്രത്യേക ഒരു ഓവൽ ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ളതാണ്. ഇത് ചെറിയതല്ല. ഈ ഫ്ലാറ്റ് തന്നെ മൊത്തം ഒരു 3000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ ലിവിങ്ങിലുള്ള ഈ പെയിൻറ്റിങ് തന്നെ ഭയങ്കര പെക്യുലറാണ്. കുറേ ഇങ്ങനെ സ്ക്വയർ റെക്റ്റാങ്കിളായിട്ടുള്ള കുറേ ക്യൂബ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടോ. അതിൻ്റെ പെയിൻറ്റിങ്സൊക്കെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഉണ്ട്, കുറച്ച് റിക്ലൈനിങ് ആയിട്ടുള്ളൊരു സീറ്റും, പിന്നെ ഒരു 4 സീറ്റുകൾ, 2 നല്ല ചാരാനൊക്കെ ഉള്ളതും പിന്നെ 2 സീറ്റിങ് മാത്രമായിട്ടുള്ളതൊക്കെയുള്ള ഒരു നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ നല്ല ഒരു 5 സീറ്ററായിട്ടുള്ള സോഫ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും കണ്ട ഒരു പെക്യുലർ ആയിട്ടുള്ളൊരു ക്ലോക്കും. ഇതിങ്ങനെ ഓരോ സെക്കൻഡിലും തന്നെ ടേൺ ചെയ്ത് മാറുന്നൊരു ക്ലോക്കാണ് കേട്ടോ. അത് സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റീരിയറും ഇതിൻ്റെ വാൾപേപ്പർ ഡിസൈനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഫ്ലോറിങ്ങിൽ നല്ലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ടൈലാണെങ്കിൽ ഇത് ലെതർ ഫിനിഷുള്ള ടൈലാണ്. സെയിം കളറാണ് കോമൺ ഏരിയാസിലൊക്കെ ലിവിങ്ങിലൊക്കെ കൊടുത്തതിന് ശേഷം ബെഡ്റൂമിൽ മാത്രം ലെതർ ഫിനിഷാണ്. ഈ ലെതർ ഫിനിഷ് നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ കാലിലെ ഫീല് നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. ഭയങ്കര സോഫ്റ്റാണ്, കാലിന് നല്ല സുഖമാണ് കേട്ടോ ചവിട്ടുമ്പോൾ തന്നെ. ഇത് മിനി ഫ്രിഡ്ജ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. കേട്ടൻ ഇങ്ങനെ 2 ലെയറായിട്ടാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ച് വെളിച്ചൊക്കെ വരണമെങ്കിൽ ഒരു വൈറ്റും അതിൻ്റെ പുറത്തായിട്ട് കവറിങ് ആയിട്ട് ഒരു ഡാർക്ക് ആഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാത്റൂമും അതെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള വാഷ് ബേസിനാണ്. പിന്നെ ഒരു നല്ല ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. ഇതാണ് ഡ്രസ്സിങ് ഏരിയ. ഫുള്ള് വാർഡ്രോബ്സൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ നല്ല സെപ്പറേഷനും ഗ്ലാസ് സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. അങ്ങനെ ഇതൊരു 4 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. സരോവരം ബയോ പാർക്ക് റോഡിലാണ് കേട്ടോ. ഇത് കിച്ചൺ ഇത് കുക്കിംഗ് റേഞ്ചും ഓവനും ഒക്കെ വെച്ച് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. കുറച്ച് സൈസ് കുറവായി തോന്നി ബാക്കി എല്ലാത്തിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു മെയ്ഡ്സ് ബാത്റൂമും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് ഡോക്ടർ ജെന്നിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബർത്ത്ഡേ ഒക്കെ അവിടെ സെലിബ്രേറ്റ് ചെയ്ത് ഒരു അടിപൊളി കേക്ക്, ഒരു ചീസ് മലായി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ നല്ല അടിപൊളി കേക്ക് വരുന്നു കേട്ടോ. നല്ല സ്വീറ്റും ടേസ്റ്റിയും ചീസും മലായിയുടെയും ഒക്കെ ഫ്ലേവർ ഇങ്ങനെ നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു വെറൈറ്റി കേക്കും നല്ല അടിപൊളി ഒരു ലഞ്ചും ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്ത് ആ ഹൗസ് വാമിങ്ങും ബർത്ത്ഡേയും എല്ലാം അടിച്ചു വിളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ ശരി, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.